ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന പദവികളിൽ ആരൊക്കെ എന്നുള്ളതാണ്. അതായത് ഇനി നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ ആയിക്കോട്ടെ, ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ, ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് 1-2 മാർക്ക് ഷുവറായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്ത്യയിലെ പ്രധാന പദവികളിൽ ആരൊക്കെ എന്നുള്ളത്. അപ്പോൾ മാക്സിമം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ത്യയിലെ പ്രധാന പദവികളിൽ ആരൊക്കെ എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കറിയാം, രാഷ്ട്രപതി, നിലവിലെ രാഷ്ട്രപതി എല്ലാവർക്കും അറിയാം, ദ്രൗപദി മുർമു ആണ്. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്തത് ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. ഈ ജഗദീപ് ധൻഖർ ഈ കഴിഞ്ഞ ആഴ്ച രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനം അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തു വെക്കണം, 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖറാണ്. അദ്ദേഹം ഈ അടുത്തായിട്ട് രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻ ഇപ്പം കറൻറ്റ്ലി വേക്കൻ്റ് ആണ്. ചിലപ്പം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഈ ഒരു ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, 14ാമത് ഉപരാഷ്ട്രപതി ആരാണെന്നും ചോദിക്കാം. അപ്പം ജഗദീപ് ധൻഖറാണ് 14ാമത് ഉപരാഷ്ട്രപതി. പക്ഷേ ഇപ്പോൾ കറൻറ്റ്ലി ഉപരാഷ്ട്രപതി എന്നുള്ള പൊസിഷൻ നമുക്ക് വേക്കൻ്റ് ആയിട്ട് കിടക്കുവാണ്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ ആവുമോ എന്ന് എനിക്കറിയില്ല. ആയി കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഷോർട്സ് പോലെ നിങ്ങളുടെ മുമ്പിൽ ഇടുന്നതാണ്, പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ കറൻറ്റ്ലി ഇപ്പം ഉപരാഷ്ട്രപതി സ്ഥാനം വേക്കൻ്റ് ആണ് കേട്ടോ, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തത് നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? എല്ലാവർക്കും അറിയാം, നമ്മുടെ നരേന്ദ്രമോദിയാണ് നിലവിലെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ 3ാം മോദി മന്ത്രിസഭയാണ് കേട്ടോ, അതുകൂടെ ഓർത്ത് വെക്കണേ. 3ാം മോദി മന്ത്രിസഭയാണ് നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നിലവിലെ നമ്മുടെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ് കേട്ടോ. അപ്പം നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ പറയണം ഓം ബിർളയാണ്. ഒരുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. അതുപോലെ തന്നെ ലോക്സഭയിലെ ഈ കഴിഞ്ഞ ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ ആരായിരുന്നു? ഭർതൃഹരി മെഹ്താബ്. നോട്ട് ചെയ്ത് വെച്ചാണ്, ചിലപ്പം ചോദിക്കാൻ ചാൻസ് കൂടുതൽ. പ്രോടൈം സ്പീക്കറാണ്. അതായത് കഴിഞ്ഞ ലോക്സഭയിലെ പ്രോടൈം സ്പീക്കർ ആരായിരുന്നു? ഭർതൃഹരി മെഹ്താബ് കേട്ടോ. ഭർതൃഹരി മെഹ്താബ് ആയിരുന്നു പ്രോടൈം സ്പീക്കറായിട്ട് നിന്നത് കേട്ടോ. അടുത്തത് ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. നോട്ട് ചെയ്തോണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണ് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. നോട്ട് ചെയ്തോണേ. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. ക്ലിയർ ആണേ. അടുത്തത് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്രതിപക്ഷ പാർട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെ. INC പ്രസിഡന്റ് കൂടിയാണ് നിലവിലത്തെ മല്ലികാർജുൻ ഖാർഗെ. നോട്ട് ചെയ്തോണേ. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ്. അദ്ദേഹം INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലവിലെ പ്രസിഡന്റ് കൂടിയാണ്. നോട്ട് ചെയ്തോണേ. അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം, രാഹുൽ ഗാന്ധിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി. നോട്ട് ചെയ്തോണേ. അടുത്ത നമുക്ക് നോക്കാം, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവംശ നാരായൺ സിംഗ് കേട്ടോ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവംശ നാരായൺ സിംഗ് ആണ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് വരുന്നത്. ഇനി അടുത്തത് 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് BR ഗവായി. സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ കാണുന്ന ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നുള്ളത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണം, 52ാമത് ഈ നമ്പറോട് നോട്ട് ചെയ്ത് വെച്ചോണേ. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് BR ഗവായി. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പം ഈ ജസ്റ്റ് ഷോർട്ട് ഫോമായിട്ടല്ല, ചിലപ്പം ഓപ്ഷനിൽ മുഴുവൻ പേരുകളും തന്നിരിക്കുവാണെങ്കിൽ നമുക്ക് മുഴുവൻ പേര് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. മുഴുവൻ പേരെന്താണ് അദ്ദേഹത്തിൻ്റെ? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. അതാണ് BR ഗവായി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് BR ഗവായി, അഥവാ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എങ്ങനെയാണ്? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ്. ജസ്റ്റിസ് BR ഗവായി. ക്ലിയർ ആണ്, മറക്കരുതേ. അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. ഇതെല്ലാം ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? അതായത് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി സുബ്രഹ്മണ്യൻ. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണറായിട്ട് വരുന്നത്. വി രാമസുബ്രഹ്മണ്യനാണ്. ക്ലിയർ ആണ്, മറക്കരുത്. അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്?
ഹിരാലാൽ സമരിയ. അതുപോലെ തന്നെ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. അതുപോലെ തന്നെ പട്ടികവർഗം, രണ്ടും തമ്മിൽ തെറ്റിപ്പോലെ, പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ കേട്ടോ, അന്തർ സിംഗ് ആര്യ. അപ്പോൾ എന്താണ്? പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാനയും. അതുപോലെ തന്നെ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ കേട്ടോ. അതുപോലെ തന്നെ കേന്ദ്ര വനിതാ കമ്മീഷൻ, നിലവിലെ കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷയാരാണ്? വിജയ് കൃഷ്ണ രഹത്കരെയാണ് നിലവിലെ കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഇത് കാരണം ഇന്ന് ഈ ഒരു ഇത്രയും ചെയർമാന്മാരെയാണ് സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനും കാര്യങ്ങളെല്ലാം പറ്റുകയും ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ പറയാം. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവംശ നാരായൺ സിംഗ്. അതുപോലെ തന്നെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് BR ഗവായ്. മറക്കരുത്, 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് BR ഗവായ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെങ്ങനെയാണ്? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. മറക്കരുതേ. അടുത്തത് നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? V രാമസുബ്രഹ്മണ്യൻ. അപ്പം നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? V രാമസുബ്രഹ്മണ്യൻ. അതുപോലെ തന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹിരാലാൽ സമരിയ. അതുപോലെ തന്നെ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അന്തർ സിംഗ് ആര്യ. അതുപോലെ തന്നെ കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വിജയ് കൃഷ്ണ രഹത്കരെയാണ് നിലവിലെ കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് വരുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത ആളിലോട്ട് പോവാം. അടുത്തത് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ്. നിലവിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. അദ്ദേഹത്തിന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ചേഞ്ച് ആയിട്ടില്ല. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. അതുപോലെ തന്നെ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം ആഹിറാണ് കേട്ടോ. ഹൻസ്രാജ് ഗംഗാറാം ആഹിറാണ് പിന്നാക്ക കമ്മീഷൻ ചെയർമാനായിട്ട്, അതായത് കേന്ദ്ര OBC വിഭാഗ കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്നത് ഹാൻസ്രാജ് ഗംഗാറാം ആഹിർ. ഇതൊക്കെ നമ്മൾ പണ്ട് കോഡ് വെച്ചൊക്കെ പഠിച്ചാണ്. പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ എങ്ങനെയാണ് വരുന്നത്? ഹാൻസ് എന്താണ്? നമ്മൾ സ്റ്റാൻഡേർഡ് ഹാൻസ് ഒക്കെ കെട്ടി വെക്കുമ്പം കൈ പുറകോട്ടല്ലേ വെക്കുന്നത് നിങ്ങൾക്ക് കണക്ക് കൂട്ടിയാൽ മതി. അപ്പം കൈ പുറകോട്ട് വെക്കുന്നത് എന്താണ്? പിന്നോക്കത്തോട്ടല്ലേ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോണം. പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹാൻസ്രാജ് ഗംഗാറാം ആഹിർ. അടുത്തത് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ്ക കനുഗോ. നോട്ട് ചെയ്തോണേ. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ്ക കനുഗോ. നമുക്കറിയാം ഈ ബാലന്മാരെ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു അവരോടൊരു നമ്മുടെ പ്രിയപ്പെട്ടവരല്ലേ ബാലന്മാരും ബാലികമാരും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടതായിട്ട് വരത്തില്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോണം. ബാലന്മാർ പ്രിയപ്പെട്ടതാണെന്ന് കണക്ട് ചെയ്ത് വെച്ചോണം. അപ്പം കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ നോക്കണേ. കേന്ദ്രത്തിലെ ബാലന്മാർ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പം കണക്ട് ചെയ്തോണേ. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ. ഞാൻ കേന്ദ്രത്തിലെ ബാലന്മാരെന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് ഒരു ബാലാവകാശ കമ്മീഷൻ ഉണ്ട്, രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേന്ദ്രത്തിലെ ബാലന്മാർ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് കണക്ട് ചെയ്ത് വെച്ചോണം. അപ്പോൾ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ്ക കനുഗോ. മറക്കരുത്. അടുത്തത് 16ാമത്, നോട്ട് ചെയ്തോണേ, എപ്പോഴും ചോദിക്കുന്നതാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. ക്ലിയർ ആണ്? അടുത്തത് UPSC ചെയർമാൻ ആരാണ്? നിലവിലെ അജയ് കുമാർ. നിലവിലെ UPSC ചെയർമാൻ അജയ് കുമാർ ആണ് കേട്ടോ. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ. അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? നിലവിലെ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ക്ലിയർ ആണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അടുത്തത് നിലവിലെ ലോക്പാൽ ആരാണ്? അജയ് മാണിക് ഖാൻ വിൽക്കർ കേട്ടോ. അജയ് മാണിക് ഖാൻ വിൽക്കറാണ് ലോക്പാലായിട്ട് വരുന്നത്. പാല് വിൽക്കാൻ പോയെന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചോണേ. അപ്പം പെട്ടെന്ന് തന്നെ കേട്ടോ, പാല് വിൽക്കാൻ പോയി കേട്ടോ. പാല് വിൽക്കാൻ പോകുന്ന ആളാണ് ലോക്പാൽ എന്ന് കണക്ട് ചെയ്ത് വെച്ചോണേ. പാല് വിൽക്കാൻ പോയി കേട്ടോ. പാല് വിൽക്കാൻ പോയി. അപ്പോൾ കണക്ട് ചെയ്യാമല്ലോ. ലോക്പാൽ ആരാണ്? നിലവിലെ അജയ് മാണിക് ഖാൻ വിൽക്കർ കേട്ടോ.
അതുപോലെ തന്നെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ ആരാണ്? നിലവിലെ തുഷാർ മേത്ത. അതുപോലെ തന്നെ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതായത് CAG ആരാണ്? സഞ്ജയ് മൂർത്തി. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോകാം. നിലവിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്കുപാൽ സിംഗ് ലാൽപുര. അതുപോലെ നിലവിലെ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം ആഹിർ കേട്ടോ. നമ്മൾ ഹാൻസ് ഒക്കെ പുറകോട്ട് കൈകെട്ടി നിൽക്കുവാന്ന് ഓർത്ത് മതി. പുറകോട്ട് കൈവെക്കുന്നതിന് എന്താണ്? പിന്നാക്കം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തോണേ. പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹാൻസ്രാജ് ഗംഗാറാം ആഹിർ. അതുപോലെ തന്നെ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ്ക കനൂഗോ. കേന്ദ്രത്തിലെ ബാലന്മാർ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ്ക കനൂഗോ ആണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. അതുപോലെ തന്നെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാറാണ് UPSC ചെയർമാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അതുപോലെ തന്നെ നിലവിലെ ലോക്പാൽ ആരാണ്? അജയ് മാണിക് ഖാൻ വിൽക്കർ. പാൽ വിൽക്കാൻ പോയൊന്നും കണക്ട് ചെയ്തോണേ. അപ്പോൾ നിലവിലെ ലോക്പാൽ ആരാണ്? അജയ് മാണിക് ഖാൻ വിൽക്കറാണ് കേട്ടോ. നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. അതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആരാണ്? സഞ്ജയ് മൂർത്തി കേട്ടോ. അടുത്തത് നിലവിലെ കരസേനാ മേധാവി ആരാണ്? നിലവിലെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ് കേട്ടോ. നിലവിലെ കരസേനാ മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. അതുപോലെ തന്നെ നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിവേദി കേട്ടോ. അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് വരുന്നത്. അതുപോലെ നിലവിലെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആണ് കേട്ടോ. നിലവിലെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആണ് കേട്ടോ. അമർപ്രീത് സിംഗ്. അതുപോലെ തന്നെ നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ് നിലവിലെ ISROയുടെ ചെയർമാനായിട്ട് വരുന്നത്. നിലവിലെ VSSC ചെയർമാൻ ആരാണ്? ഉണ്ണികൃഷ്ണൻ നായരാണ് കേട്ടോ. നിലവിലെ VSSC ചെയർമാൻ ആരാണ്? ഉണ്ണികൃഷ്ണൻ നായരാണ്. അതുപോലെ തന്നെ 26ാമത് RBI ഗവർണർ ആരാണ്? സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. 26ാമത് RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര കേട്ടോ. 26ാമത് RBI ഗവർണർ ആരാണ്? നിലവിലെ സഞ്ജയ് മൽഹോത്ര. അതുപോലെ തന്നെ സെബിയുടെ ഡയറക്ടർ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ ഡയറക്ടറായിട്ട് വരുന്നത് നിലവിലെ. അതുപോലെ തന്നെ നബാർഡിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഷാജി KV ആണ് നിലവിലെ നബാർഡ് ചെയർമാനായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ IRDA ചെയർമാനാണ് ദേബാശിഷ് പാണ്ഡെ. IRDA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് IRDA പറഞ്ഞത്. IRDAയുടെ ചെയർമാനായിട്ട് നിലവിൽ വരുന്നത് ആരാണ്? ദേബാശിഷ് പാണ്ഡെയാണ്. അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു കരസേനാ മേധാവി ആരാണ്? നിലവിലെ ഉപേന്ദ്ര ദ്വിവേദി. നിലവിലെ കരസേനാ മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദി. ക്ലിയർ ആണ്. അതുപോലെ തന്നെ നിലവിലെ നാവികസേനാ മേധാവി ആരാണ്? അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. അതുപോലെ തന്നെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. നിലവിലെ VSSC ചെയർമാൻ ആരാണ്? ഉണ്ണികൃഷ്ണൻ നായർ. 26ാമത് RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. നിലവിലെ സെബി ഡയറക്ടർ തുഹിർ കാന്ത പാണ്ഡെയാണ്. നിലവിലെ നബാർഡ് ചെയർമാൻ ആരാണ്? ഷാജി KV. നിലവിലെ IRDA ചെയർമാൻ ആരാണ്? ദേബാശിഷ് പാണ്ഡെ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് കേട്ടോ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി ആരാണ്? നിലവിലെ രാജേഷ് കുമാർ സിംഗ് ആണ്. നമുക്കിനി അടുത്തതിലോട്ട് പോവാം. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി. നിലവിലെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥനാണ് നിലവിലെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ. അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? നിലവിലെ വിക്രം മിർസി. ഈ ആരാണ് വിദേശകാര്യ സെക്രട്ടറി? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടാണ്, പ്രീവിയസ് ആണ്, ഈ വർഷം തന്നെ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടാണ്. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ആരാണ്? നിലവിലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇനിയും റിപ്പീറ്റ് ചെയ്യാം. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ആരാണ്? നിലവിലെ വിക്രം മിസ്രി. അതുപോലെ തന്നെ നിലവിലെ കേന്ദ്ര ഫിനാൻസ് സെക്രട്ടറി ആരാണ്? അജയ് സേത് കേട്ടോ. അപ്പോൾ ഇത്ര നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോകാം. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? നിലവിലെ TV സോമനാഥൻ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആരാണ്? നിലവിലെ ഗോവിന്ദ് മോഹൻ. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിർസി. അതുപോലെ തന്നെ കേന്ദ്ര ഫിനാൻസ് സെക്രട്ടറി ആരാണ്? അജയ് സേതാണ്. അടുത്ത് നമുക്ക് നോക്കാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? KC വേണുഗോപാൽ. നമുക്കറിയാം MP, നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു MP ആണ് KC വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ. അദ്ദേഹമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. നോട്ട് ചെയ്തോണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? KC വേണുഗോപാൽ. അതുപോലെ തന്നെ കേന്ദ്ര നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണ. അതുപോലെ തന്നെ നിലവിലെ BSF ഡയറക്ടർ ജനറൽ ആരാണ്? ദൽജിത് സിംഗ് ചൗധരിയാണ് BSF ഡയറക്ടറായിട്ട് വരുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ.
SBI ചെയർമാൻ ചെല്ല ശ്രീനിവാസലു സെട്ടി. നോട്ട് ചെയ്തോണേ, ചിലപ്പോൾ ചോദിക്കുവേ. നിലവിലെ SBI ചെയർമാൻ ആരാണ്? ചെല്ല ശ്രീനിവാസലു സെട്ടി. അതുപോലെ തന്നെ SBI കണക്ട് ചെയ്തൊരു പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു കറണ്ട് അഫെയർ ആണ്. SBIയുടെ നിലവിലെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നമ്മുടെ ക്രിക്കറ്റ് താരമായ MS ധോണിയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? KC വേണുഗോപാൽ. കേന്ദ്ര നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണ. അതുപോലെ തന്നെ BSF ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. SBI ചെയർമാൻ ചെല്ല ശ്രീനിവാസലു സെട്ടി. അതുപോലെ തന്നെ SBIയുടെ നിലവിലെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? MS ധോണി. അടുത്ത നമുക്ക് നോക്കാം. LIC ചെയർമാൻ. നിലവിലെ LIC ചെയർമാനാണ് സിദ്ധാർത്ഥ മൊഹന്തിയാണ് നിലവിലെ LIC ചെയർമാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആണ് BVR സുബ്രഹ്മണ്യം. അതുപോലെ തന്നെ നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ്? സുമൻ K ബെറി. CBI ഡയറക്ടർ ആരാണ്? ഡയറക്ടർ പ്രവീൺ സൂദ്. അതുപോലെ തന്നെ SSC ചെയർമാൻ രാകേഷ് രഞ്ജൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? മാധവ് കൗശിക്. CISF ഡയറക്ടർ ജനറൽ ആരാണ്? രാജീന്ദ്ര സിംഗ് ഫട്ടിയാണ് വരുന്നത്. അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED ഡയറക്ടർ ആരാണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലേ, അതിന് ഡയറക്ടർ ആരാണ്? നിലവിലെ രാഹുൽ നവീൻ. നമുക്കൊന്നുകൂടെ പറയാം. LIC ചെയർമാൻ ആരാണ്? സിദ്ധാർത്ഥ മൊഹന്തി. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ K ബെറി. CBI ഡയറക്ടർ പ്രവീൺ സൂദ്. SSC ചെയർമാൻ രാകേഷ് രഞ്ജൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൗശിക്. CISF ഡയറക്ടർ ജനറൽ രാജീന്ദ്ര സിംഗ് ഫട്ടി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED ഡയറക്ടറേറ്റിൻ്റെ നിലവിലെ ഡയറക്ടർ ആരാണ്? രാഹുൽ നവീൻ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയിലെ പ്രധാന പദവികളായിട്ട് വരുന്നത്. കേരള PSC ചോദിക്കാൻ സാധ്യതയുള്ളത് മൊത്തം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, മാക്സിമം ഷെയറോടെ ചെയ്യണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ ഒരു നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നതാണ്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. നോട്ട് ഞാൻ ഈ ഒരു PDF ഞാൻ ഇട്ടേക്കാം. അതുപോലെ തന്നെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സപ്പോർട്ട് ചെയ്താൽ ഇതുപോലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഏത് ക്ലാസ്സാണ് കറണ്ട് അഫെയറിൻ്റെ വേണമെന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഉടനെ തന്നെ ക്ലാസ് നമ്മൾ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ വിവരങ്ങളാണ് അറിയണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ എത്തിക്കുക. അപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക. ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.